എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ലൈംഗിക തൃഷ്ണ കുറയുന്നുണ്ടോ? എങ്കിൽ എന്തുകൊണ്ടാവാം? അതെ, നിസ്സാരമെന്ന് നാം പറഞ്ഞ് ഇതിനെ തള്ളിക്കളയാനാവില്ല. സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക തൃഷ്ണയെ ഹനിക്കുന്ന 7 കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ലൈംഗികത എപ്പോഴും ഒരു നിഷിദ്ധമായി കണക്കാക്കുകയും ആളൊഴിഞ്ഞ കോണുകളിൽ അടക്കിപ്പിടിച്ച് ഒച്ചയിൽ സംസാരിക്കുകയും ചെയ്യുന്നിടത്തോളം അത് നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് നിഷേധിക്കാനാവില്ല. എല്ലാവരും ഒരു നല്ല ലൈംഗിക ജീവിതം ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സ്വയം വിട്ടുനിൽക്കൽ ശീലിക്കുന്നില്ലെങ്കിൽ അവർക്കതിന് അർഹതയുണ്ട്. എങ്കിലും ഇന്നത്തെ കാലത്ത് ധാരാളം പുരുഷന്മാരും സ്ത്രീകളും അഭിമുഖീകരിക്കുന്ന ഒരു സാധാരണ പ്രശ്നം ലൈംഗിക തൃഷ്ണയുടെ നഷ്ടമാണ്. സമ്മർദ്ദമോ ക്ഷീണമോ മുതൽ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, മെഡിക്കൽ അവസ്ഥകൾ വരെയുള്ള പ്രശ്നങ്ങളാൽ ഉണ്ടാകുന്ന ലൈംഗിക തൃഷ്ണയിലെ കുറവ് നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും. എന്നാൽ ഈ കാരണങ്ങളിൽ ചിലത് നികത്താൻ കഴിയും. നിങ്ങളുടെ ലൈംഗിക തൃഷ്ണ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്ന ചില മേഖലകൾ ഇനി പരിചയപ്പെടാം. അമിതമായ കഫീൻ. അതെ, ഊഷ്മളഗന്ധത്തോടെയുള്ള ഒരു കപ്പ് കാപ്പിയെ പ്രതിരോധിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അത് അമിതമായി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ലൈംഗിക ആസക്തി കുറയ്ക്കുമെന്നാണ് അറിയേണ്ടത്. രാവിലെ ഒരു കപ്പ് കാപ്പി നല്ലതാണെങ്കിലും അമിതമായ ഉപയോഗം ലൈംഗിക പ്രവർത്തനത്തെ തടയുന്ന അഡ്രീനൽ ഗ്രന്ഥികളിൽ നിന്ന് സ്ട്രെസ് ഹോർമോണുകൾ പുറപ്പെടുവിച്ചേക്കാം. അപ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായി, കുറഞ്ഞ ആത്മാഭിമാനം. നിങ്ങൾക്ക് ആത്മാഭിമാനം കുറവായിരിക്കുകയും നിരന്തരം സ്വയം താഴ്ത്തുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു പങ്കാളിക്ക് മുന്നിൽ വിവസ്ത്രരാകാനുള്ള നിങ്ങളുടെ സന്നദ്ധയെയും കിടക്കയിലെ നിങ്ങളുടെ പ്രകടന നിലവാരത്തെയും അതൊടുവിൽ ബാധിക്കും. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും തളർത്തുകയും നിങ്ങൾ സ്വയം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായി, പങ്കാളിയുടെ ശരീരഗന്ധം. നിങ്ങളുടെ പങ്കാളിക്ക് വിയർപ്പിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഗന്ധമുണ്ടെങ്കിൽ ലൈംഗികതയാവും നിങ്ങൾ ഏറ്റവും അവസാനമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അടുത്തതായി, വൃത്തിഹീനവും ശുചിത്വവുമായ ചുറ്റുപാടുകൾ. വൃത്തികെട്ടതും ദുർഗന്ധമുള്ളതുമായ ഒരു അപ്പാർട്ട്മെന്റ് നിറയെ അഴുക്കും ബഗുകളും മലിനമായ ഷീറ്റുകളും തലയിണകളും അഴുക്കുപിടിച്ച പരവതാനിയും ധാരാളം ആളുകൾക്കൊരു വഴിത്തിരിവാണ്. അത്തരമൊരു സ്ഥലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ആഗ്രഹത്തെ ഇത് പ്രതികൂലമായി ബാധിക്കും. അതിനാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായി, പഞ്ചസാര ഉപയോഗിക്കൽ. നിങ്ങൾ അമിതമായി പഞ്ചസാര കഴിക്കുമ്പോൾ അത് സോഡയിലോ ഭക്ഷണത്തിലോ കാപ്പിയിലോ ആകട്ടെ, നിങ്ങളുടെ ഇൻസുലിൻ്റെ അളവ് വർദ്ധിക്കുകയും ടെസ്റ്റോസ്റ്ററോൺ അളവ് കുറയുകയും ചെയ്യുന്നുണ്ട്. പുരുഷന്മാരിലെ ഈസ്ട്രജന്റെ അളവിൽ പഞ്ചസാര സ്വാധീനം ചെലുത്തുന്നു. ഇത് ഉദ്ധാരണക്കുറവിന് കാരണമാണ്. അടുത്തതായി, ഉറക്കക്കുറവ്. നിങ്ങളുടെ മനസ്സ് നിഷേധാത്മക ആശയങ്ങളിൽ മുഴുകിയിരിക്കുന്നതിനാൽ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട ഉറക്കമില്ലായ്മയും നിങ്ങളുടെ ലൈംഗിക തൃഷ്ണ കുറയ്ക്കുന്നു. വാസ്തവത്തിൽ ഇത് ലൈംഗികമായ അപര്യാപ്തതയ്ക്ക് കാരണമാണ്. അടുത്തതായി, സ്വയംഭോഗം ചെയ്യാതിരിക്കൽ. സ്വയംഭോഗത്തിലൂടെ ഹോർമോണുകൾ സന്തുലിതമാകുന്നുണ്ട്. 2016 57 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരിൽ നടത്തിയ പഠനത്തിൽ കൂടുതൽ തവണ സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുതലാണെന്ന് കണ്ടെത്തി. സ്ത്രീകളിലെ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിനെ ഇത് ബാധിക്കുന്നില്ലെന്നും ഇതേ പഠനം കണ്ടെത്തി. എങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വയംഭോഗം അവരുടെ ആത്മാഭിമാനം ഉയർത്തിയേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.